ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ വാഴച്ചാലി അതിരപ്പള്ളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാറിലോട്ടാണ് പോണേന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള മെയിൻ റോഡ് വഴിയല്ല കേട്ടോ, ഒരു ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഒരു വഴിക്കൂടെയാണ് ഈ പോയോണ്ടിരിക്കുന്നത്. നല്ല എസ്റ്റേറ്റുകളും അങ്ങനെ കുറേ അരുവികളും ഒക്കെയുള്ളൊരു വഴിയാണ്. റോഡൊന്നും അത്ര വലിയ നല്ലതൊന്നുമല്ല. ചില ഭാഗത്ത് നല്ല റോഡുണ്ട്, ബാക്കിയൊക്കെ മോശമാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് നന്നായി ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടം വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിക്കൂടെ ഇതാ ഇപ്പം ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ചെറുകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ റെസ്റ്റോറൻറ്റ്. അവിടെ ഇങ്ങനെ സിനിമയിലത്തെ ഡയലോഗ്സൊക്കെ എഴുതിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഫുഡും നന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തത്. എലിക്സിയർ എന്നായിരുന്നു ആ റിസോർട്ടിൻ്റെ പേര്. ഇപ്പം നമ്മൾ ആ റിസോർട്ടിലെത്തി. നല്ല റിസോർട്ടാട്ടോ. ഒരു 4000 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സാധാരണ എല്ലാ ഹോട്ടലിലും ഉണ്ടാകുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കെറ്റിലും ഗ്ലാസും ചായപ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു വലിയ റൂമുണ്ട്. അവിടെ സാധാരണ ഉണ്ടാകുന്ന പോലെ സോഫയും ടി വിയും ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ദിവാൻ ബെഡൊക്കെ പോലെ. പിന്നെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ടിലും ഒരു ടി വി, പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വലിയ വലിയ രാജകൊട്ടാരങ്ങളിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വുഡിൻ്റെ ഒരു കളിയാട്ടോ. തൊട്ടതും പിടിച്ചതൊക്കെ ഇവിടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ഫോറസ്റ്റ് തീം പോലെയൊക്കെയാണ്. ഭയങ്കര വുഡിൽ മരം കൊണ്ടുള്ള കളിയാണ് എല്ലായിടത്തും. ചെറിയൊരു ബാൽക്കണി ഉണ്ട്. വ്യൂ ഒന്നും രാത്രി ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ റൂമും അതൊക്കെയാണ് കണ്ടിരുന്നത്. ഇതാണ് അവിടുത്തെ മെനു കാർഡ്. മെനു വല്ലാത്ത മെനു ആട്ടോ, ഭയങ്കര പൈസയായിരുന്നു. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഹോട്ടലിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ലാതെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ മേടിച്ച് കഴിച്ചു. ഫുഡിൻ്റെ രുചിയൊന്നും അത്ര കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വിശപ്പുള്ളതുകൊണ്ട് എല്ലാം നല്ല രുചിയോടെ തന്നെ കഴിച്ചു. ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ സാധനങ്ങളാട്ടോ ഭംഗിക്ക്. ഇത് ഫാനാണ്. ഫാനടക്കം വുഡിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ ആയിട്ടോ. രാവിലെ ഇത്തിരി നേരത്തെ തന്നെ എഴുന്നേറ്റു. സാധാരണ എവിടെ പോയാലും നേരം വൈകിട്ടേ എണീക്കുള്ളൂ. പക്ഷേ ഈ തണുപ്പും ഈ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇച്ചിരി നേരത്തെ എണീറ്റു. ഇച്ചിരി നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇച്ചിരി നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്നും ഭക്ഷണം കഴിക്കാം. ഫുഡ് എടുത്തുകൊണ്ട് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അധികം ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അവിടെയൊക്കെ നല്ല വെറ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും കഴിച്ചിരുന്നില്ല. ഇതാണ് സ്വിമ്മിംഗ് പൂള്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ മുമ്പിലാണ് ഈ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവസി തീരെ ഇല്ല. പിന്നെ നല്ല തണുപ്പുമാണല്ലോ, അപ്പോൾ അധികം ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കാടിനോട് ചേർന്നിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾ നിൽക്കുന്നത്. ഇപ്പോൾ ജോക്കുട്ടനെ അവനെ അതിൽ തുടർന്നെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ജസ്റ്റ് വെറുതെ തൊടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയും തണുപ്പാണ്, ഇറക്കാനൊന്നും പോയില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു ആംഫി തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് പാർക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ ആ സൗണ്ടും കാടിൻ്റെ ചിവീടുകളുടെ ഒക്കെ ആയിട്ടുള്ള സൗണ്ടും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അതായത് കാടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ദൂരക്കൊന്നും അല്ല കേട്ടോ, എന്നാലും കുറച്ചങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്വേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫീലും ആവും, എന്നാൽ കാടും അല്ല. നല്ല കല്ലൊക്കെ പാകിയിട്ടുള്ള ഒരു പാത്വേ ആണ്. അപ്പോൾ നല്ല മോർണിംഗിലൊക്കെ എഴുന്നേറ്റിട്ട് നല്ല നേരത്തെ എഴുന്നേറ്റ് നമുക്ക് ഇതിക്കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പം ഞങ്ങളും അതുപോലെ പതുക്കെ ഇങ്ങനെ നടന്നു ആസ്വദിച്ചിട്ട് ഇതുപോലെ ചെറിയ ബ്രിഡ്ജൊക്കെ ഇങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ മലകളുടെയൊക്കെ അടിക്കോടെയും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഉറ്റി വീഴും. അതൊക്കെ ഒരു നല്ല രസമുള്ളൊരു അനുഭവമല്ലേ. നല്ല ഹണിമൂൺ കപ്പിളൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി എൻജോയ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക്
ഈ മലയുടെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ സ്ട്രീം ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ ഈ റിസോർട്ടിൻ്റെ വക തന്നെ അവരൊരു ചെറിയൊരു കൂടാരം പോലെ കെട്ടിയിട്ട്, ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെ ചെന്ന് ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് നമുക്ക് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഫുഡിന് സാധാരണ ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന പോലെ ഒരു ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ, ഒരുവിധമുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനത്തെ ലെവലിലായിരുന്നു. അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. നന്നായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ ഒരാളിവിടെ ആസ്വദിച്ച് നടന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഗെയിമിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ പോയി. അപ്പോൾ ഇത് സ്നൂക്കറിനാണെന്ന് തോന്നുന്നു എനിക്ക് ഈ കളിക്ക് പറയാം, എനിക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഈ വടി വെച്ചിട്ട് 4 കുത്തൊക്കെ കൊടുത്തു ഈ ബോളിനെ. ഞാനും അവനും കൂടി കുറച്ച് നേരം അതിൻ്റെ മുകളിലിരുന്നു. ഇത് ഈ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ കേട്ടോ, വലിയൊരു റിസപ്ഷൻ ഏരിയ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവർക്കൊരു സ്നാക്ക് ബാർ പോലെ ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഇവർ അവരുടെ ഒരു വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ സ്നാക്സും തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു ഭംഗിയാട്ടോ മൂന്നാറിനെ, എത്ര കണ്ടാലും മതി വരില്ല. ഇനി മൂന്നാർ ഒരുമാതിരി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് മൂന്നാർ. തൃശ്ശൂർ, എറണാകുളം ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യുക തന്നെ വേണ്ട. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വീട്ടിലെത്താവുന്ന തരത്തിൽ തന്നെ മൂന്നാർ വന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോകണം കേട്ടോ. അത്രയും രസമാണ്. കുറേ ഫോട്ടോസ് എടുക്കാൻ തോന്നും നമുക്ക്. എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല, അത്രയും രസമാണ്. ഇവിടെ വന്നാലുണ്ടല്ലോ കുറേ സാധാരണക്കാരായ ആൾക്കാരെ കാണാം. നമ്മുടെ പണ്ടത്തെ ട്രാക്ടറുകൾ, അതുപോലെ തന്നെ തേയില പറിക്കാൻ പോകുന്ന കുറേ ആൾക്കാർ, അതുപോലെ തന്നെ അവരുടെ ലൈഫ്, അവരുടെ ചെറിയ ചെറിയ വീടുകൾ, അതിൻ്റെ ഉള്ളിൽ അവർ സന്തോഷത്തോടെ താമസിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അടികൂടുന്നത് കാണാം. അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. പിന്നെ നമ്മൾ AC ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ. ആ സമയത്ത് AC ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചില്ലൊക്കെ താഴ്ത്തി വെച്ചിട്ട് വേണം അതിൽ കൂടെ വണ്ടി ഓടിക്കാൻ. എനിക്ക് തോന്നിയിട്ടുള്ളതാട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ആ തണുപ്പ് മൊത്തം നമ്മുടെ ദേഹത്തേക്ക് വന്നിട്ട് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കുറേ തേയില പറിക്കുന്നവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു വീടുകളുടെയൊക്കെ ഒരു സെറ്റപ്പ് കാണാം. അത് ഈ തേയില പറിക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടേഴ്സുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, കാരണം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ അടുത്താണ് നമ്മുടെ എക്കോ പോയിൻറ്റ്. അപ്പോൾ ഒരു വട്ടം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, അതിന് മുമ്പ്. അപ്പോൾ ആ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു വട്ടം കൂടി പോകാമെന്ന് തോന്നി. അങ്ങനെ നമ്മളിപ്പോൾ എക്കോ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ എന്ത് ശാന്തമായ സ്ഥലമാണെന്ന്, അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കുള്ള എക്കോ പോയിൻറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അല്ല, കുറച്ചും കൂടി നീങ്ങിയിട്ട് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മറ്റേ സ്ഥലത്ത് എപ്പോഴും ഭയങ്കര തിരക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കുറച്ച് നീങ്ങിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ തൊടാം കേട്ടോ, അവിടെയും തൊടാം, പക്ഷെ അവിടെ കുറച്ചും കൂടി തിരക്കാണ്.
എക്കോ പോയിന്റ് വന്നിട്ട് ഒന്ന് എക്കോ കേട്ടില്ലെങ്കിൽ എന്താ രസമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒന്ന് ഓളിയിട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് കേൾക്കാം. അങ്ങനെ എക്കോ പോയിൻ്റൊക്കെ ആസ്വദിച്ച് നടന്നിട്ട് പിന്നെ പോയത് കണ്ണൻ ദേവൻ്റെ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിന് മുമ്പ് മൂന്നാർ വന്നിട്ടും അത് കണ്ടിട്ടേ ഇല്ല, ഏട്ടനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു വന്നാൽ അതൊന്ന് കാണാം. നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ എന്നാൽ അത് കാണാമെന്ന് വിചാരിച്ചു. 100 രൂപ കേട്ടോ ടിക്കറ്റ്. ഇത് കണ്ണൻദേവൻ്റെ തന്നെ റിപ്പിൾ ടീ പൗഡർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീനുകളുടെ അടുത്തേക്കൊന്നും കടക്കാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് ചില്ലാണ്, മുഴുവൻ ഗ്ലാസ് ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ മെഷീനുകളും കാണാം. അതുപോലെ തന്നെ ഒരു ഗൈഡഡ് ടൂറാണ്. ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അദ്ദേഹം എല്ലാതും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഹിന്ദിയിലായിരുന്നു അത് ഗൈഡഡ് ടൂർ നടന്നുകൊണ്ടിരുന്നത്. രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു, ഇംഗ്ലീഷും ഉണ്ട്, പക്ഷേ അതിൻ്റെ ടൈം വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഹിന്ദിയിലാണ് പറഞ്ഞിരുന്നത്, പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓരോ പ്രൊസീജിയർ. ആദ്യം മേല, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി നെക്സ്റ്റ് പ്രൊസീജിയറിൽ വരുന്ന പൊടി എങ്ങനെയാണ്, അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എങ്ങനെയാണ്, എന്നിട്ട് എങ്ങനെയാണ് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്നൊക്കെയുള്ളത് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ നടന്ന് കാണാൻ പറ്റും. നല്ല ക്ലീനായിട്ട് തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടുത്തെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പണിക്കാരായാലും ഫുള്ള് എല്ലാതും അവർ കവർ ചെയ്തിട്ട് തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പൗഡർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ പൗഡറിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളത് അവരവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈഡഡ് ടൂർ ഒരു 20-30 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഈ ഷോപ്പിൽ വന്നിട്ട് അവരുടെ പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ എവിടെ പോയാലും അവിടുത്തെ സാധനം 1-2 ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു, റിപ്പിൾ ടീ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ ചായ ഉണ്ട് കേട്ടോ, സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായ കിട്ടും. പല മോഡൽ ചായകൾ, മസാല ടീ അങ്ങനത്തെ, ഗ്രീൻ ടീ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ചായ കുടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 6 മണി 6:30 ആയി. ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂറുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. മൂന്നാർ വളരെ ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നെങ്കിലും വളരെ നന്നായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അത് എപ്പോൾ വന്നാലും മൂന്നാർ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മൂന്നാർ വരാത്തവർ എന്തായാലും മൂന്നാർ ഒന്ന് വന്ന് കാണണം. അത്ര മനോഹരമായൊരു സ്ഥലമാണ് മൂന്നാർ. വന്നിട്ടുള്ളവർ വീണ്ടും 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 ഇവിടെ വരണം. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ മൂന്നാർ ട്രിപ്പിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.